ഹലോ മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മക്കളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സ്കൂൾ തുറക്കുക എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. പിന്നെ 9ാം ക്ലാസ്സിലേക്ക് പോവാണ്. പുതിയ സിലബസാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മാറിയ സിലബസാണ്. നിങ്ങൾ ഓൾഡ് സിലബസിൽ നിന്നും പുതിയ സിലബസിലേക്ക് വരുന്ന മക്കളാണ്. അതുകൊണ്ടൊക്കെ ചില ആശങ്കകളും മക്കൾക്കുണ്ടാവും. ഓക്കെ, എന്തൊക്കെയായാലും സാറെന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല. ചില ആളുകൾക്കുള്ളൊരു പരാതിയാണ്, എങ്ങനെയൊക്കെ പഠിച്ചിട്ടും മറന്നു പോകുന്നു. അതായത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കുന്നില്ല, പഠനം വളരെയധികം ബോറായിട്ട് പോവുകയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ. ഓക്കെ, അതിനൊരു പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും സാർ ഈ പറയുന്ന സ്റ്റെപ്പിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെ രസകരമായിരിക്കും, ഒപ്പം എളുപ്പമായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നല്ലൊരു ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ്. ഏത് സബ്ജക്റ്റാണോ മക്കൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററാണോ മക്കൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മക്കൾ ചെയ്യേണ്ടത്. ഈ കൃത്യമായിട്ടുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം, ഇങ്ങനെ രൂപത്തിലുള്ള ക്ലാസ്സുകളല്ല മക്കൾ ആദ്യം കേൾക്കേണ്ടത്. കൃത്യമായി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കേൾക്കണം. കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ആദ്യം കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നോട്ട്സും അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും ഒക്കെ മക്കളുടെ കയ്യിലുണ്ടാവുമല്ലോ. ഓക്കെ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും പഠനത്തിനിരിക്കേണ്ടത്. ഇരിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അന്ന് നിങ്ങൾ പഠിച്ചു തീർക്കാനുള്ള സാധനം എന്താണ്, ആ സബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് ആദ്യം ഒരു ചെറിയ പേപ്പറിൽ നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെയ്യാത്ത കാര്യമാണത്. ആദ്യം എന്താ ചെയ്യുക, ഇന്ന് എനിക്ക് പഠിക്കാണ്ട് ബുക്ക് തുറക്കുന്നു, അങ്ങനെ വായിച്ചു തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, ചിലപ്പോൾ പഠിക്കും, അതല്ലെങ്കിൽ നമ്മൾ ചടപ്പ് കാണിച്ച് ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്യും. ഓക്കെ, ഇതില്ലാതിരിക്കാനാണ് ആദ്യം നമുക്ക് ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് അതിൻ്റെ ഹെഡിങ്ങുകളെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മളത് ടിക്കിടുകയും ഇനി ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബോധം വരികയും അത് പഠിച്ചും തീരുവരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഓരോ കാര്യങ്ങൾ പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ടിക്കിട്ടുകൊണ്ടേ ഇരിക്കണം. ഇനി ഈ ഒരു കാര്യം പഠിച്ചു തീർന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്വയം ചെക്ക് ചെയ്യാം എന്നുള്ളത് സാർ പറയാൻ പോവാണ്. അത് ഒരു കാര്യം പഠിച്ചതിന് ശേഷം അത് കാണാതെ ഇങ്ങനെ പറയാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതൊരിക്കലും അത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് തെളിവല്ല. മറിച്ച് നിങ്ങൾ ആ ഒരു കാര്യം, പഠിച്ച കാര്യം എന്താണോ അതിനെ മറ്റൊരാൾക്ക്, നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുജനോ അനുജത്തിക്കോ നല്ല കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ വേർഡ് ബൈ വേർഡായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നല്ല, ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഏതുപോലെ മക്കളൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ ആ മൂവിയുടെ കഥ ആ മൂവി കാണാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന കഥ മുഴുവൻ അയാൾക്ക് കിട്ടുന്ന ആ ഒരു രൂപത്തിലല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. അതായത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഏറ്റവും പഠിക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയായിരിക്കാം അതിനേറ്റവും ഉചിതം എന്നുള്ളത്. ഇങ്ങനെ ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിച്ച് പുസ്തകം പൂട്ടിവെച്ച് ഒരു ദിവസം പഠിച്ച സാധനം പിറ്റേ ദിവസം തുറന്നു നോക്കാത്ത ആ ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ വീണ്ടും നോക്കണം. സാർ, അപ്പോൾ വീണ്ടും ഒരുപാട് സമയം എടുക്കൂലേ? വേണ്ട, നിങ്ങൾ ഇന്ന് അരമണിക്കൂർ പഠിച്ച കാര്യം അതിൻ്റെ പിറ്റേന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് എടുത്ത് ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു മിനിമം ഒരു 3 days എങ്കിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിലൂടെ ഓടിക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠനം എളുപ്പമായിരിക്കും. പഠിച്ച കാര്യങ്ങൾ എത്രയും ഭംഗിയായിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കും. സോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഒരു ഉന്മേഷമായിരിക്കും. അത് കേൾക്കുന്ന ആൾക്ക് നിങ്ങളരികിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അയാൾക്ക് എന്താ പറയുക, വേറെ ആരിൽ നിന്നും കേട്ടാൽ മനസ്സിലാകാത്തത് നിങ്ങളെ കയ്യിൽ നിന്ന് കേട്ടാൽ മനസ്സിലാകും. സോ മക്കൾ ഈ രൂപത്തിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സാണ്. 9ാം ക്ലാസ്സിൽ കൺസെപ്റ്റുകൾ വളരെ തോറായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ല ക്ലാസ് വേണമെന്ന് സാറ് പറഞ്ഞു. ക്ലാസ് എവിടെ ഉണ്ട്? നിഞ്ച ബാച്ചിലുണ്ട്. മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേര്, ഒരുപാട് ആളുകൾ ജോയിൻ ആയി. അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആവാനായിട്ടുണ്ട്. ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കാത്തിക്കണ്ടടാ. 9ാം ക്ലാസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. നിഞ്ച ബാച്ചിലും മറ്റുമായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ, നിങ്ങളുടെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും സാറ് നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും അവിടെ വെച്ച് കാണാം. ഓൾ ദ ബെസ്റ്റ്.